നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംഘടനയ്ക്കാവശ്യം കെട്ടുറപ്പെന്ന നടി ഗായത്രി വർഷ. ആരോപണ വിധേയരായവരൊന്നും തൽസ്ഥാനത്ത് തുടരാൻ അർഹരല്ല. ഏതൊരു തൊഴിലിടത്തിലും അത്യാവശ്യം മനുഷ്യാവകാശവും തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമെന്നും ഗായത്രി. ജില്ലയിലെ സംഘർഷങ്ങൾക്ക് അടിസ്ഥാന കാരണം CPM എന്ന് BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്. പോലീസ് പോലും പാർട്ടിക്ക് അടിമപ്പെട്ടു. അക്രമത്തിന് പിന്നിൽ ശോഭായാത്രകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൻ ജനപിന്തുണകളിൽ വിളറി പൂണ്ടെന്നും N. ഹരിദാസ്. ഭിന്നശേഷിക്കാർക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കൈത്താങ്ങ്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിയത് മുച്ചക്ര വാഹനങ്ങൾ. ഏറെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയ അർഹർ ഉപജീവന മാർഗമായും ഉപയോഗപ്പെടുത്താമെന്നതും നേട്ടം. വാർത്തകൾ വിശദമായി. ഏതൊരു മേഖലയിലാണെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ഇതിന് കെട്ടുറപ്പുള്ള ഒരു സംവിധാനമാണ് ആവശ്യം. പ്രത്യേകിച്ച് സിനിമ മേഖല പോലെയുള്ള വലിയൊരു സംഘടനയ്ക്ക്. ഇത്രയും താഴെ പോയിടത്തു നിന്നും കരകയറ്റണമെങ്കിൽ നിശ്ചയദാർഢ്യത്തോടെയുള്ള നടപടികൾ വേണമെന്നും ഗായത്രി വർഷ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നടന്മാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലാണ് ഗായത്രി വർഷയുടെ പ്രതികരണം. ഭരണസമിതി കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പിരിച്ചുവിട്ടു. ഓക്കെ, തീർച്ചയായിട്ടും മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഒരു തൊഴിലിടവ അവിടെ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. തൊഴിലാളികൾ, അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും ക്രിയേറ്റേഴ്സും എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന, ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ സമീപനം ഉണ്ടാവണം. സംഘടന വേണം, സംഘശക്തിയും ഉണ്ടാവണം. ഓരോരുത്തർക്കും ഉണ്ട്, തൊഴിലവകാശങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലുള്ള അവകാശങ്ങളുണ്ട്. അതിന് സംഘടന തന്നെ വേണം. പക്ഷെ തീർച്ചയായിട്ടും ഞാനൊക്കെ ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യവസായ മേഖലയാണ്. അതിനനുസരിച്ചിട്ടുള്ള ചില ട്രേഡ് യൂണിയൻ സ്വഭാവങ്ങൾ, ഒരു പരിപൂർണ്ണ ട്രേഡ് യൂണിയൻസ് അല്ല ഞാൻ പറയുന്നെങ്കിൽ പോലും അത്തരത്തിൽ കെട്ടുറപ്പുള്ളൊരു സംവിധാനം വേണം. ഒരു വെൽഫെയർ അസോസിയേഷൻ ഒന്നും പോരാ. വെൽഫെയർ അസോസിയേഷന്റെ മാനദണ്ഡങ്ങൾക്കകത്ത് നിൽക്കുന്ന പ്രശ്നങ്ങളല്ല സിനിമ പോലെയുള്ളൊരു തൊഴിലിടത്തുള്ളത്, അല്ലെ ഒരു സാംസ്കാരിക വ്യവസായ മേഖലയിലുള്ളത്. അതിന് കുറച്ചുകൂടി മറ്റൊരു കാഴ്ചപ്പാട് വേണം, കുറച്ചുകൂടി കെട്ടുറപ്പുള്ളൊരു സംവിധാനം വേണം, കൃത്യമായ ജനാധിപത്യ ബോധം വേണം. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ, പുതിയ സംഘശക്തി, പുതിയ സമീപനം, ഒരുപക്ഷെ ഇപ്പം നിൽക്കുന്ന ബൈൽ ഓഫ് മെമ്മോറാണ്ടം പോലും അതിന് മതിയാവാതെ വരും. അത്തരത്തിലുള്ളൊരു സമീപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. തളിപ്പറമ്പ് ദേശീയപാതയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. 30ഓളം പേർക്ക് പരിക്ക്. കാഞ്ഞങ്ങാട് നിന്നും കോഴിക്കോടേക്ക് പോവുകയായിരുന്ന റെയിൻഡ്രോപ്സ് ബസ്സും കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് പോകുന്ന മൂകാംബിക ബസ്സുമാണ് 7-ാം മൈലിൽ വെച്ച് നേർക്കുനേർ കൂട്ടിയിടിച്ചത്. 2 ബസ്സുകളിലെയും ഡ്രൈവർമാർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കാഞ്ഞങ്ങാട് നിന്നും കോഴിക്കോടേക്ക് പോകുന്ന റെയിൻഡ്രോപ്പ് ബസ്സും കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് പോകുന്ന മൂകാംബിക ബസ്സുമാണ് 7-ാം മൈലിൽ വെച്ച് കൂട്ടിയിടിച്ചത്. 2 ബസ്സുകളിലെയും ഡ്രൈവർമാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ലൂർദ്, തളിപ്പറമ്പ് സഹകരണ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണ കമ്മീഷനല്ല നിയമ നടപടിയാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലയിൽ SP ഓഫീസ് മാർച്ച് നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാദിഖ് ഉളിയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രയാസങ്ങൾ ഇനി വരുന്ന തലമുറയെങ്കിലും അനുഭവിക്കാതെ രക്ഷപ്പെടണം എന്നതുകൊണ്ട് തന്നെ കൃത്യമായി അത് ഉന്നയിച്ചുകൊണ്ട് പത്രമീഡിയകളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കേണ്ട ഉത്തരവാദപ്പെട്ട സർക്കാരും പോലീസും അതിനോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചിലത് പറയാനുണ്ട് എന്നതുകൊണ്ടാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ഈ സ്വഭാവത്തിലുള്ള മാർച്ചുമായി വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ റിപ്പോർട്ടിൽ മേൽ നടപടി സ്വീകരിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ആളുകൾ ഉന്നയിക്കുന്ന പ്രശ്നമേൽ നടപടി സ്വീകരിക്കണമെങ്കിൽ ആളുകൾ പരാതി തരണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ. FITU ജില്ലാ പ്രസിഡന്റ് C. മുഹമ്മദ് ഇംതിയാസ്, വിമൻ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് സാജിദ മുഹമ്മദ്, ജനറൽ സെക്രട്ടറി ഷബാനി AP, സെക്രട്ടറി ഷമ്മി PC, ജില്ലാ കമ്മിറ്റി അംഗം ത്രേസ്യാമ്മ മാളിയക്കൽ എന്നിവർ നേതൃത്വം നൽകി. യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൌൺസിൽ സമ്മേളനത്തിന് നോർത്ത് മലബാർ ചേംബർ ഓഫ് ഹാളിൽ തുടക്കമായി. സമ്മേളനം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുമായി 300ഓളം കൌൺസിൽ അംഗങ്ങൾ പങ്കെടുത്തു. അതിന് ഏതെല്ലാം നിലയിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയുമോ അതാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഉണ്ടാക്കുമ്പോൾ. സഹകരണ സ്ഥാപനങ്ങളിൽ നിരവധി സഹസ്ഥാപനങ്ങളിൽ ഞാൻ കാണുകയും കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്നതാണ് സഹകരണം. ആ സഹകരണീയതയുടെ ഒരു കൂട്ടായ്മ പിന്നീട്
സ്വകാര്യ മേഖലയ്ക്കും തുല്യമായ പ്രാധാന്യമാണ്. ആ സ്വകാര്യ മേഖല പ്രവർത്തിക്കുന്ന ചെറുതുമായ നിരവധി സ്ഥാപനം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും സംഘടനാപരവും ഭരണപരമായ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഈ 3 മേഖലകളെയും സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിലാണ് രാജ്യത്തിൻ്റെ 1ാമത്തെ പ്രധാനമന്ത്രി തന്നെ. യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൗൺസിൽ യോഗമാണ് നോർത്ത് മലബാർ ചേംബർ ഹാളിൽ നടന്നത്. ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TF സെബാസ്റ്റ്യൻ, സ്വാഗത സംഘം ചെയർമാൻ ഷിനോജ് നരിത്തുക്കിൽ, ട്രഷറർ PMM ഹബീബ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ VA ജോസ്, നിജാംബ ഷി, TK ഹെൻറി, സെക്രട്ടറിമാരായ ടോമി കുറ്റിയാങ്കൽ, CV ജോളി, KK നിയാസ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KM കുട്ടി, TPM ഷെഫീഖ്, സ്വാഗത സംഘം കൺവീനർ KM ബഷീർ എന്നിവർ സംസാരിച്ചു. പൊതുചർച്ചയും പ്രമേയങ്ങളും അവതരിപ്പിച്ച ശേഷം 2024-26 വർഷത്തേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംഘടനയ്ക്ക് ആവശ്യം കെട്ടുറപ്പെന്ന നടി ഗായത്രി വർഷ. ആരോപണ വിധേയരായവരൊന്നും തൽസ്ഥാനത്ത് തുടരാൻ അർഹരല്ല. ഏതൊരു തൊഴിലിടത്തിലും അത്യാവശ്യം മനുഷ്യാവകാശവും തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമെന്നും ഗായത്രി. ജില്ലയിലെ സംഘർഷങ്ങൾക്ക് അടിസ്ഥാന കാരണം CPM എന്ന് BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്. പോലീസ് പോലും പാർട്ടിക്ക് അടിമപ്പെട്ടു. അക്രമത്തിന് പിന്നിൽ ശോഭായാത്രകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൻ ജനപിന്തുണകളിൽ വിളറി പൂണ്ടെന്നും N ഹരിദാസ്. ഭിന്നശേഷിക്കാർക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കൈത്താങ്ങ്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിയത് മുച്ചക്ര വാഹനങ്ങൾ. ഏറെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയ അർഹർ ഉപജീവന മാർഗമായും ഉപയോഗപ്പെടുത്താമെന്നതും നേട്ടം. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂർ ജില്ലയിൽ CPM സംഘർഷമുണ്ടാക്കുന്നുവെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് പറഞ്ഞു. കണ്ണൂർ മാരാർജി ഭവനിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത തീവ്രവാദ സംഘടനകൾക്കായി ഹൈന്ദവരുടെ ഭക്തിപരമായ ചടങ്ങുകൾ തടസ്സപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.
ഹൈന്ദവരുടെ ഭക്തിപരമായ ചടങ്ങുകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ നാടായ പെർളശ്ശേരിയിലും കണ്ണപുരത്തും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനിടെയാണ് BJP പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒരേ രീതിയിലുള്ള അക്രമമാണ് നടന്നത്. ശോഭായാത്രയ്ക്ക് ഏറിവരുന്ന ജനപിന്തുണയിലും സ്വീകാര്യതയിലും വെള്ളറിപ്പൂണ്ടാണ് അക്രമം നടത്തുന്നത്. അക്രമത്തിന്റെ പാത ഞങ്ങൾ സ്വീകരിക്കില്ല. CPM ഗ്രാമങ്ങൾ അവരുടെ തറവാട്ട് സ്വത്തുമല്ല. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്നും BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിൽ ഭക്തി നിർഭരമായ ഒരു പരിപാടി നടത്താൻ അനുവദിക്കില്ല. ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ഏത് പരിപാടി ആയിക്കോട്ടെ അതിന് ഞങ്ങളുടെ മണ്ണിൽ അനുവദിക്കില്ല എന്ന് CPM നേതാക്കന്മാരുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്താണ് നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാം, പക്ഷെ വിവിധ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിൽ സംഭവം ഉണ്ടായിട്ട് പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല. പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കിയിട്ടില്ല. പോലീസിന്റെ കൺമുമ്പിലൂടെ പ്രതികൾ സഞ്ചരിക്കുകയാണ്. അതിനുശേഷമാണ് കല്യാശ്ശേരി ഉണ്ടാകുന്നത്. കല്യാശ്ശേരിയിലെ ഇന്നലെ ബാബു എന്ന് പറയുന്ന BJPയുടെ ബൂത്ത് പ്രസിഡന്റ്, അയാളുടെ അനൗൺസ്മെന്റ് ഈ ശോഭായാത്ര തുടങ്ങുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ സാജൻ എന്ന് പറയുന്ന CIT-കാരനാണ് അനൗൺസ്മെന്റ് വാഹനത്തിന്റെ ഉടമ. ആ സാജൻ ഡ്രൈവറായിരിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ ആ വണ്ടി അടിച്ചു പൊളിച്ചു. സാജൻ പറയുന്നത്, ഞാൻ CIT-കാരനാണ്, എനിക്കറിയുന്നവരാണ് ഇവിടെ അടിച്ചു പൊളിച്ചിട്ടുള്ളത് എന്റെ വണ്ടി, ബാബുവിനെ മർദ്ദിച്ചവർ എനിക്ക് അറിയുന്നവരാണ്. അപ്പൊ ബാബു എന്ന് പറഞ്ഞ ബൂത്ത് പ്രസിഡന്റിനെ മർദ്ദിച്ചു. അത് പോലീസിന് സാന്നിധ്യത്തിലാണ്. കണ്ണപുരം പോലീസ് സ്റ്റേഷൻ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുകയാണ്. കണ്ണവത്തും ഇതുതന്നെയാണ് അവസ്ഥ. SP-യോട് പരാതി പറഞ്ഞാൽ നോക്കാമെന്ന് പറയുക മാത്രമാണ് ചെയ്യുക. ഇതിനർത്ഥം നോക്കി നിൽക്കാമെന്നാണോ ഉദ്ദേശിക്കുന്നതെന്നും ഹരിദാസ് ചോദിച്ചു. ജില്ലാ ഭാരവാഹികളായ TC മനോജ്, UT ജയന്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വകാര്യ ഭൂമിയിൽ മാലിന്യം തള്ളിയ സ്ഥാപനത്തിനും വ്യക്തിക്കും പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ക്രീം സ്റ്റേഷൻ എന്ന സ്ഥാപനത്തിനും ബാങ്ക് ജീവനക്കാരനായ ഹരിപ്രശാന്തിനുമാണ് 5000 രൂപ വീതം പിഴ ഒടുക്കേണ്ടത്. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ കൂട്ടിയിട്ടതിന് താളിക്കാവിലെ ഹോട്ടൽ ശ്രീകൃഷ്ണയ്ക്കും NCare IVF സെന്ററിനും പിഴ ചുമത്തിയിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ SN പാർക്ക് റോഡരികിലെ സ്വകാര്യ ഭൂമിയിൽ മാലിന്യം തള്ളിയതിന് ക്രീം സ്റ്റേഷൻ എന്ന സ്ഥാപനത്തിനും ബാങ്ക് ജീവനക്കാരനായ ഹരിപ്രശാന്തിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 5000 രൂപ വീതം പിഴ ചുമത്തി. കണ്ണൂർ താളിക്കാവിന് സമീപം വലിച്ചെറിഞ്ഞ മാലിന്യം പരിശോധിച്ചതിൽ നിന്നും ഈ സ്ഥാപനത്തിന്റെയും വ്യക്തിയുടെയും വിലാസം സ്ക്വാഡിന് ലഭിക്കുകയായിരുന്നു. ക്രീം സ്റ്റേഷനിലെ ജൈവ അജൈവ മാലിന്യങ്ങളും മെനു കാർഡും തെളിവായി ലഭിച്ചു. പള്ളിക്കുന്ന് പ്രദേശത്ത് താമസിക്കുന്ന ബാങ്ക് ജീവനക്കാരനായ ഹരിപ്രസാദിന്റെ വീട്ടിലെ മാലിന്യങ്ങളാണ് ആളൊഴിഞ്ഞ പറമ്പിൽ തള്ളിയത്. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ കൂട്ടിയിട്ടതിന് താളിക്കാവിലെ ഹോട്ടൽ ശ്രീകൃഷ്ണയ്ക്കും ലാബിലെ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി സ്ഥാപന പരിസരത്ത് കൂട്ടിയതിന് രാജീവ് ഗാന്ധി റോഡിലെ NCare IVF സെന്ററിന് 5000 രൂപ വീതവും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി. M ലജ്ജിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. പാർട്ടിക്കാരും നേതാക്കളും വെറുക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. KSU ജില്ലാ നേതൃ ക്യാമ്പിന്റെ സമാപനം ജില്ലാ കോൺഗ്രസ് ഓഫീസിലെ N രാമകൃഷ്ണൻ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദനും മുൻ മന്ത്രി G സുധാകരനുമടക്കം ഒട്ടേറെ നേതാക്കൾ പിണറായി വിജയന്റെ നടപടികളോട് വിയോജിപ്പുണ്ട്. അവർ പല തവണകളിലായി പ്രസ്താവനകളിലൂടെ വ്യക്തമാക്കിയതാണ്. പാർട്ടിക്കാർക്കും അനുഭാവികൾക്കും വരെ പിണറായി വിജയനെ വെറുത്തിരിക്കുന്നു. പലരും പരസ്യമായി തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. പക്ഷേ പിണറായി വിജയൻ അന്നും ഇന്നും നമ്മുടെ മുമ്പിൽ തോറ്റിട്ടേ ഉള്ളൂ, ജയിച്ചിട്ടില്ല. ജയം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കിട്ടാം, പക്ഷെ ജനമനസ്സിൽ അവർക്ക് അദ്ദേഹത്തിന് സ്ഥാനമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോഴും ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസമാണ്. G സുധാകരനടക്കം അതുപോലെ മറ്റൊരുപാട് നേതാക്കന്മാരടക്കം ഇന്ദിരാ ഗോവിന്ദൻ മാഷ് അടക്കം പിണറായി വിജയനുമായി സംഘർഷത്തിലാണ്, അഭിപ്രായ വ്യത്യാസത്തിലാണ്. പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാത്ത കുരുത്തം കെട്ട ഒരു പോത്താണ് ശ്രീ പിണറായി വിജയൻ എന്ന യാഥാർത്ഥ്യം എന്റെ ഹൃദയത്തിലാണ്. അതിനെ നിയന്ത്രിക്കാനും സാധിക്കില്ല, അതിനെ കൊണ്ട് പിടിച്ചു കെട്ടാനും സാധിക്കില്ല. ഇത് രണ്ടിനും സാധിക്കാത്ത വിധം ഒരു വസ്തുവാണ് ശ്രീ പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ടിക്കാരെതിരാണ്, നാട്ടുകാരെതിരാണ്, ജനമെതിരാണ്, സമൂഹമെതിരാണ്, മാധ്യമങ്ങളെതിരാണ്, എല്ലാം എതിരാണ്.
പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തോളം നമ്മൾക്ക് നല്ല കാലമാണ്. അതിനാൽ നമ്മൾ ജാഗരൂകരായി പ്രവർത്തിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനത്ത് നേട്ടം കൊയ്യാൻ സാധിക്കും. എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരു മനസ്സോടെ പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന നേട്ടം കൊയ്യാൻ സാധിക്കൂ. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾക്ക് അനുകൂലമാണെന്നും സുധാകരൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മുച്ചക്ര വാഹനങ്ങൾ കൈമാറി. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറിന്റെ വിതരണം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അതിൻ്റെ കൂടെയാണ് 4 പേർക്ക് വാഹനം നൽകുന്നത്. അടുത്ത വർഷം ഇതിൽ കൂടുതൽ വാഹനങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിക്കും. ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ BK സുരേഷ് ബാബു, UP ശോഭ, അഡ്വക്കേറ്റ് KK രത്നകുമാരി, അഡ്വക്കേറ്റ് T സരള, ഫിനാൻസ് ഓഫീസർ KV മുകുന്ദൻ, പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ട് VP സന്തോഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശം ഉൾക്കൊണ്ട് ബാലഗോകുലം ചിറക്കലിന്റെ ആഭിമുഖ്യത്തിൽ കളരിവാതുക്കൽ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ശോഭായാത്ര പുതിയതെരു പള്ളിക്കുളം 4 മുക്ക് വഴി കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കൃഷ്ണവേഷത്തോടുകൂടി ബാലികാ ബാലന്മാരും ടേബ്ലോകളും വാദ്യമേളങ്ങളുടെ അകമ്പടിയും ഉണ്ടായിരുന്നു. തുടർന്ന് ഉറിയടിയും മധുരപലഹാര വിതരണവും നടന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ ചെറിയ രീതിയിൽ മാത്രമായിരുന്നു നടത്തിയത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് ബാലഗോകുലം ചേലോറ മണ്ഡലത്തിന്റെ നേതൃത്വത്തിലും ശോഭായാത്രകൾ സംഘടിപ്പിച്ചു. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നിന്നും ആരംഭിച്ച ശോഭായാത്ര വലിയന്നൂർ മഹാദേവി ക്ഷേത്രത്തിൽ സമാപിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ബാലഗോകുലം ചേലോറ മണ്ഡലത്തിന്റെ നേതൃത്വത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരന്ന ശോഭായാത്ര സംഘടിപ്പിച്ചത്. നാടും നഗരവും അക്ഷരാർത്ഥത്തിൽ അമ്പാടിയാക്കി നിശ്ചല ദൃശ്യത്തോടെയായിരുന്നു ശോഭായാത്ര നടന്നത്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നിന്നും ആരംഭിച്ച് വലിയന്നൂർ മഹാദേവി ക്ഷേത്രത്തിലാണ് യാത്ര സമാപിച്ചത്. ഖണ്ഡ് സംഘചാലക് വിനോദൻ മാസ്റ്റർ, ജില്ലാ ഭഗിനി പ്രമുഖ് സന്ധ്യ ടീച്ചർ, ബാലഗോകുലം ചക്കരക്കൽ താലൂക്ക് സഹകാര്യദർശി UV ശരത് കുമാർ, PP മോഹനൻ, ഷമീർ ബാബു, റിട്ടയർഡ് ഓണററി ക്യാപ്റ്റൻ C നളിനാക്ഷൻ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. ചിറക്കൽ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം 2ന്റെ ഭാഗമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താനും കർമ്മപദ്ധതി തയ്യാറാക്കാനുമായി പഞ്ചായത്ത് തല ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് 2025 മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെ നീണ്ടുനിൽക്കുന്ന വിപുലമായ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പഞ്ചായത്തിൽ സംഘടിപ്പിക്കാൻ ശില്പശാലയിൽ കർമ്മപദ്ധതിക്ക് രൂപം നൽകി. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 6695, പവന് 53,560 രൂപ, വെള്ളി 93 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംഘടനയ്ക്കാവശ്യം കെട്ടുറപ്പെന്ന നടി ഗായത്രി വർഷ. ആരോപണ വിധേയരായവരൊന്നും തൽസ്ഥാനത്ത് തുടരാൻ അർഹരല്ല. ഏതൊരു തൊഴിലിടത്തിലും അത്യാവശ്യം മനുഷ്യാവകാശവും തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമെന്നും ഗായത്രി. ജില്ലയിലെ സംഘർഷങ്ങൾക്ക് അടിസ്ഥാന കാരണം CPM എന്ന് BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്. പോലീസ് പോലും പാർട്ടിക്ക് അടിമപ്പെട്ടു. അക്രമത്തിന് പിന്നിൽ ശോഭായാത്രകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൻ ജനപിന്തുണകളിൽ വിളറി പൂണ്ടെന്നും N ഹരിദാസ്.
ഭിന്നശേഷിക്കാർക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കൈത്താങ്ങ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിയത് മുച്ചക്ര വാഹനങ്ങൾ. ഏറെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയ അർഹർ ഉപജീവന മാർഗമായും ഉപയോഗപ്പെടുത്താമെന്നതും നേട്ടം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.